ഇപ്പോൾ സെന്റ് മേരി മേജർ ബസിലിക്കയിൽ ചടങ്ങുകളൊക്കെ പൂർത്തിയാക്കിയിരിക്കുകയാണ്. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നമുക്കറിയാം അദ്ദേഹത്തെ ഓർത്തെടുത്തുകൊണ്ട് പതിനായിരങ്ങളാണ് അവിടെ എത്തിയതും കാത്തുനിന്നതും. ആ പ്രാർത്ഥനാ ചടങ്ങുകളിലൊക്കെ കനത്ത വെയിലിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് മണിക്കൂറുകളോളം ഈ ശുശ്രൂഷകളിൽ പങ്കെടുത്തതും. ഇപ്പോൾ എല്ലാവരും ഒഴിഞ്ഞു പോയിട്ടുണ്ടോ? വിനീത, ഇപ്പോഴും ആയിരങ്ങൾ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലേക്ക് ഒഴുകിയെത്തുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഏതായാലും സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായിരിക്കുന്നു. സെന്റ് മേരീസ് ബസിലിക്കയിലാണ് അദ്ദേഹത്തിന്റെ കബറടക്കം നടന്നത്. അതിനു മുൻപ് ഇവിടെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ കവാടത്തിൽ പടവുകളിൽ ആയിരുന്നു വിശുദ്ധ കുർബാനയും സംസ്കാര ശുശ്രൂഷയും ഒക്കെ തന്നെ നടന്നത്. കർദിനാൾമാർ, ആർച്ച് ബിഷപ്പുമാർ, വൈദികർ, ലോക നേതാക്കൾ ഒക്കെ തന്നെ ഈ ഒരു ചടങ്ങിന് സാക്ഷിയാകാനെത്തി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെയുള്ള നേതാക്കളുണ്ടായിരുന്നു, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു, രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ പോലുള്ള നേതാക്കൾ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാ രാജ്യങ്ങളുടെയും ലോക നേതാക്കളുടെ സാന്നിധ്യത്തിലായിരുന്നു സംസ്കാര ചടങ്ങുകൾ നടന്നത്. ഏതായാലും നമ്മുടെ ക്യാമറമാൻ നന്ദു പേരാമ്പ്ര ദൃശ്യങ്ങൾ കാണിക്കും. ഇപ്പോഴും ഇവിടേക്ക് ഒരുപാട് മനുഷ്യർ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഏതായാലും പോപ്പ് ഫ്രാൻസിസ് മാർപ്പാപ്പയോടുള്ള ആദരം, അദ്ദേഹത്തോടുള്ള സ്നേഹം, അദ്ദേഹത്തോടുള്ള വിശ്വാസം, അദ്ദേഹത്തോടുള്ള ആരാധന, ഇതെല്ലാം നമുക്ക് ഓരോ മനുഷ്യരിലും കാണാൻ കഴിയും. കാരണം അത്രയ്ക്ക് വിപ്ലവാത്മക തീരുമാനങ്ങൾ കൊണ്ട്, നിലപാടുകൾ കൊണ്ട് പാവപ്പെട്ടവർക്ക് വേണ്ടി, അശരണർക്ക് വേണ്ടി ശക്തമായ നിലപാടുകൾ സ്വീകരിച്ച ഒരു പോപ്പ് തന്നെയായിരുന്നു ഫ്രാൻസിസ് പാപ്പ. ഏതായാലും ആ ഒരു സ്നേഹം അദ്ദേഹത്തോട് എല്ലാവർക്കുമുണ്ട്. കാരുണ്യയും ദയയുമാണ് ഏറ്റവും വലുത് എന്ന് അദ്ദേഹം നിലപാടെടുത്തു. പല വിമർശനങ്ങളും അദ്ദേഹത്തിന്റെ കാലത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അതിലെല്ലാം ഉറച്ച നിലപാടുകളുമായി അദ്ദേഹം മുന്നോട്ട് പോയി. യുദ്ധത്തിനെതിരെ ശക്തമായി സംസാരിച്ചു, ലൈംഗിക ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി സംസാരിച്ചു. അങ്ങനെ മുൻകാലങ്ങളിൽ ഒന്നും ഇല്ലാത്ത തരത്തിൽ ചരിത്രപരമായ പല നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് കത്തോലിക്ക സഭയിൽ വിപ്ലവപരമായ മാറ്റങ്ങൾ കൊണ്ടുവരാനൊക്കെ തന്നെ ശ്രമിച്ച ഒരു മാർപ്പാപ്പയായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും ഹൃദയത്തിലാണ് അദ്ദേഹത്തിന്റെ ഇടം എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് ഇവിടെ തടിച്ചുകൂടിയ ആളുകളെ കണ്ടാൽ നമുക്ക് മനസ്സിലാകും. ഏതായാലും ഒരു 2 മണിക്കൂർ സമയം ഇവിടെ വിശുദ്ധ കുർബാന നടന്ന സമയത്ത് ഈ ഒരു ബസിലിക്കയുടെ പരിസരം മുഴുവൻ നിറഞ്ഞു കവിഞ്ഞിരുന്നു. ആളുകൾ കണ്ണീരോടെയാണ് ആ ഒരു നിമിഷത്തിലൂടെ കടന്നുപോയത്. പിന്നീട് എല്ലാവരും കൂട്ടമായി കൈയടിച്ചൊക്കെ തന്നെ ആ ഒരു നിമിഷത്തിൽ ഈ ഒരു ചടങ്ങിന്റെ ഭാഗമാകുന്ന ഒരു കാഴ്ചയായിരുന്നു. ഏതായാലും വളരെ ഭക്തിപൂർവ്വം, വിശ്വാസപൂർവ്വം എന്നൊക്കെ നമുക്ക് ചൂണ്ടിക്കാണിക്കാനാകും. ഒരുപാട് മനുഷ്യർ ഏതായാലും ഫ്രാൻസിസ് പാപ്പയോട് ആരാധനയോടെ, വിശ്വാസത്തോടെ ഒക്കെ തന്നെ ഈ ഒരു ബസിലിക്കയുടെ ചത്തുരത്തിലേക്ക് എത്തുന്ന കാഴ്ച തന്നെ. ഏതായാലും ചടങ്ങുകൾ പൂർത്തിയായിരിക്കുകയാണ്. ഇവിടെ 12 മണിക്ക് ശേഷമായിരുന്നു, ഇന്ത്യൻ സമയം 3:30 മണിക്ക് ശേഷമായിരുന്നു സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ കവാടത്തിലെ ശുശ്രൂഷ ചടങ്ങുകൾ അവസാനിച്ചത്. അതിനുശേഷം പിന്നീട് ഒരു സാധാരണ വാഹനത്തിലായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഭൌതികദേഹം സെന്റ് മേരീസ് ബസിലിക്കയിലേക്ക് കൊണ്ടുപോയി ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കുന്നത്. ശരി, ഏതായാലും ഇപ്പോൾ വിശ്വാസികളൊക്കെ ഒഴിഞ്ഞു പോകാൻ തുടങ്ങിയിരിക്കുന്നു. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നിന്ന് വലിയ ജനപ്രവാഹമാണ് നമ്മൾ അവിടെ കണ്ടതും. ഏതായാലും ഇനിയും സെന്റ് മേരി മേജർ ബസിലിക്കയിൽ മാർപ്പാപ്പ അന്ത്യവിശ്രമം കൊള്ളും.